എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഫ്രം ബാർത്തോങ് നേപ്പാൾ. അപ്പം ബാർത്തോങ്ങിൽ നിന്നും ലുംബിനിയിലേക്കുള്ള വഴിയാണ് നമ്മൾ അടുത്തത് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ എത്താമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഇറക്കാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഇറങ്ങി നമ്മളിങ്ങനെ താഴത്തെത്തും. ഓക്കെ, ബൈ ബൈ ഫിർമിലേക്ക്. അപ്പോൾ അങ്കിള് നമ്മളെ കൂടെ വരുന്നുണ്ട് നമ്മളെ യാത്ര ആക്കാൻ വേണ്ടിയിട്ട്. हाँ नीचे ठीक है अंकल, धन्यवाद धन्यवाद. हाँ हाँ लुम्बिनी पहुँच के फोन करना. जरूर जरूर. എന്നാണ് തണുപ്പാ. ആക്സിഡൻറ്റ് സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഹെയർ പിൻ ബെൻഡ് ആവണം. നമ്മളിതാ പൽപ്പ ഡിസ്ട്രിക്റ്റിൽ ഡൂംറെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. സമയം 10:30 മണി ആയിട്ടുണ്ട്. ഷോപ്പൊക്കെ തുറക്കാൻ ഇവിടെ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. ചിലപ്പം വിൻ്റർ അതിനെക്കൊണ്ടാവണം, നല്ല തണുപ്പല്ലേ, അതുകൊണ്ടായിരിക്കും മെല്ലെ ഇവർ തുറക്കുന്നത് കേട്ടോ. ഡൂംറെ റോഡ് ഇങ്ങനെ കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മോശമാണ്. പണിയായി കിടക്കുക. അപ്പോൾ നമുക്ക് പുട്ടുവാൾ വരെ ഇങ്ങനെ ഇറങ്ങി വേണം പോകാൻ. റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. റോഡ് നന്നായിട്ട് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. കമോൺ, ഇതേമാതിരി റോഡാണെങ്കിലാണ് കാഴ്ചകളൊക്കെ ഉഷാറാണ്. പക്ഷേ റോഡ് ഇന്ന് പൊളിഞ്ഞ് പണിയൊക്കെ എടുക്കുക. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ചായപ്പീടി ഇങ്ങനെ നിർത്തിയിട്ടാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സാധനം കാണുന്നുണ്ട്. അപ്പം അത് നമുക്ക് കഴിക്കാം. ഇതിന് 10 റുപ്യാണ് ഉള്ളത്. താങ്ക് യു. ഇസ്കോ നാം ക്യാ ബോൾതി ആപ്? ബാട്ടൂക്ക്. അപ്പം ബട്ടൂക്ക് ആണത്ര ഇത്. അപ്പോൾ നമുക്ക് ബട്ടൂക്ക് കഴിക്കാം. കണ്ടില്ലേ, നല്ലൊരു ചട്നിയൊക്കെ ഇതിൻ്റെ കൂടെ ഇവർ വെച്ചിട്ടുണ്ട്. ബട്ടൂക്ക് നമ്മളെ പരിപ്പോടാണ് തോന്നുന്ന ആള്. പരിപ്പ് വട വടൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും, അതാണ് ബട്ടൂക്ക്. നമ്മൾ ക്രിസ്പിയാണ്.
ഇത് മുരിഞ്ഞിട്ടുണ്ട് കണ്ടാ, ചൂടും കേട്ടോ. അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ സമൂസ എന്ന് പറഞ്ഞ സാധനം കാണുന്നില്ല. എല്ലാ സ്ഥലത്തും ബട്ടൂക്കും പിന്നെ ആലു ചാപ്പാണ് ഉള്ളത് അല്ലേ. എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും ഇതേമാതിരി നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഇറങ്ങിയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. നോക്കി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് സൈഡിലേക്ക് ആക്കി വെച്ചതാണ്. ഈ ഭാഗത്തുള്ള ഒരു അറ്റ് എ ടൈം ഒരു ഭാഗത്തു നിന്ന് വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം കണ്ടില്ലേ, പകുതി ഭാഗം എപ്പോഴും മണ്ണിൻ്റെ അടിയിൽ തന്നെയാണ് റോഡ്. അപ്പം ഓ ബസ് വരുന്നുണ്ട്. ഓ ഓ ബസ് കാരണക്കൊണ്ട് അയ്യേ. അപ്പം മുന്നോട്ടുള്ള റോഡിൻ്റെ അപ്ഡേറ്റ്സ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ തന്നെ അവസ്ഥ കണ്ടില്ലേ. സൂക്ഷിച്ചല്ല പോവാ, നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ പറപ്പിച്ച് വിടുമൊന്നുമില്ല. കൊക്ക കാണണ്ടേ, കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, റോഡ് കുറച്ചൊരു റിസ്ക്കിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. കാരണം ലോറിക്കാരൊന്നും ഒരു ശ്രദ്ധയെ വെക്കുന്നില്ല. മനോഹരമായ കാഴ്ച നിങ്ങൾ ആദ്യം കാണും, രണ്ടാമത് ഇത് കാണൂ. ഇപ്പം തന്നെ പൊടി തിന്ന് ഒരു വഴിയാവും. ബുട്ടുവാളിലേക്ക് ഇനി ഉള്ളത് ആകെ 7 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ. ബുട്ടുവാൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ തിരക്കേടില്ലാത്ത ബസാറിനാണ് വിചാരിക്കുക. വിശക്കുന്നുണ്ട്, സമയം ഉച്ചയായിട്ടുണ്ട്, ഉച്ചഭക്ഷണം കഴിക്കണം. ഇല്ലേ കാൽമത്തൊക്കെ പൊടി. ഓ അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ എത്തിയെന്ന്. വെൽക്കം ടു റാംഫിഷസ് പാർക്ക്. അപ്പം കണ്ടില്ലേ, ഇത് എന്താണെന്ന് കാണിച്ചു തരാം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഭയ്യന്മാരോട് ചോദിക്കാം, എനിക്ക് പറഞ്ഞു തന്നിരുന്നു. भैया ये क्यों इधर मंकी का है दांत? ओ इधर दांत मिला था ना? बहुत साल पुराना है वो, बहुत साल पुराना। ओहो हो, मतलब कितना इंच आप बोल दिया? ओ 1.5 इंच चौड़ा, 1.5 इंच लंबा. ഓഹോ ഹോ, 1.5 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് നീളമുള്ള വലിയ പല്ല് കിട്ടിയിരുന്നു അത്രേ. അപ്പം അതാണ് സംഭവം എന്നാണ് പറയുന്നത്. ओ ठीक है, बढ़िया बढ़िया. तो अभी तो उधर कुछ है देखने के लिए? खाली देखने के लिए नीचे शोरूम है वो पानी का. हाँ वही है. ओ अच्छा, हाँ हाँ हाँ, वो लोग आते हैं, वो लोग जाते हैं. ओ ऐसा है. हाँ मैं देख के आ जाऊँगा. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ, ഓ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതാ, ഓ ഇത് എന്ത് ക്ലിയറാന്ന് നോക്കി. അടിപൊളി അടിപൊളി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക അത്ര ഇറങ്ങാൻ ഉണ്ടോ, ബണ്ട് മാതിരി അങ്ങനെ ആ അടുത്ത വില്ലേജിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർ പല്ല് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഈ ഒരു ഇനത്തിൽപ്പെട്ട കുരങ്ങേണ്ടതായിരിക്കണം. റാംപിത്തേക്കസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇനത്തിൽപ്പെട്ട കുരങ്ങേണ്ടതായിരിക്കണം. ഓ അതുകൊണ്ട് അവിടെ ഒരു പാർക്ക് മാതിരി നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല വൃത്തിയുണ്ട്. നമ്മൾ ഈ ഒരു റോഡിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ആ വ്യത്യാസം നന്നായിട്ട് അറിയുന്നുണ്ട്. ഈ ഒരു ഭാഗം നിറയെ പൊടിയിൽ ഫില്ലായി നിൽക്കുകയാണ്.
ഈ ബുട്ടുവാൾ എത്തുന്നതിൻ്റെ മുന്നല്ല ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അതേ സമയത്ത് നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. ഓ, വണ്ടികളും എല്ലാം ചീറിപ്പാഞ്ഞ് ഇങ്ങനെ പോവും. कलर कर रहे हैं ना, हाँ 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 जैसा ही कलर करेगा. അപ്പം ബുട്ടുവാളിൽ എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ റോഡിൻ്റെ സൈഡിലുള്ളത്. റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒക്കെ തല കുത്തനാണ് കേട്ടോ. ഓ, അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇത്രയും വലിയൊരു ടൗൺ കാണാണ്. ലാസ്റ്റായിട്ട് കണ്ട് നമ്മൾ കാഠ്മണ്ഡു ആണ്. എന്തായാലും കിടിലം നമുക്ക് മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പോയി നോക്കാം. ആളാളെ പണി ചെയ്യട്ടെ എന്തായാലും. ശരി, താങ്ക് യു. ഇപ്പം ബുട്ടുവാളിൽ നമ്മൾ കഴിക്കാൻ പോണത് ചാറ്റാണ്. ഓ, കണ്ടില്ലേ ഇവിടെതാ ഇതേമാതിരി സമൂസ ചാട്ടുണ്ട്, പക്കോട ചാട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓ, എൻ്റെ നാവൊന്നും വെള്ളം വന്നിരിക്കുന്നത് നിൽക്കാൻ കഴിയുന്നില്ല. സമയം 2 മണി ആയിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും അകത്താക്കട്ടെ. वीरेंद्र भट्टाई. ഓ മാസ് നാം भी है साचा. അപ്പോൾ നമ്മൾ വീണ്ടും സ്ട്രേറ്റ് റോഡ് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ നിരന്ന് കിടക്കുക. ഇവിടുന്ന് ലുംബിനിയിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്ററിന് മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പറക്കും. എന്തുകൊണ്ടും അടിപൊളിയായിട്ട് കേട്ടാ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എത്ര ദിവസമായില്ലേ നമ്മൾ കയറ്റം കയറാം. അപ്പോൾ നന്നായിട്ട് പറക്കുന്നുണ്ട് സ്ട്രേറ്റ് റോഡ് ഇങ്ങനെ കയറിയപ്പോൾ. എന്തായാലും ഈ റോഡും പിടിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോകും. റോഡിലങ്ങനെ ആളുകളൊന്നും ഇല്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ, വേറെ ആരുണ്ടാവേ. ഈ ഭാഗത്തൊന്നും തിരക്കില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഷോപ്പ് കാണാൻ തുടങ്ങി. നമ്മളൊക്കെ ഷോപ്പ് മലൻ്റെ മുകളിലെ എത്ര കഷ്ടപ്പെട്ടിന് അടുത്തൊരു സിറ്റി കാണാനൊക്കെ. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ലാവിഷാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എന്തും കിട്ടും. പക്ഷേ ആ മൗണ്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ചിങ് തന്നെ കേട്ടോ. ഇവിടെ കണ്ടില്ലേ ട്രാഫിക് ലൈറ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആയിട്ടുണ്ട്. 43 seconds more. അപ്പം നമ്മൾ ബുട്ടുവാളിൽ നിന്ന് വന്നില്ലേ, ആ വഴിയിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്നും വലത്തോട്ട് പോവാണ് വേണ്ടിയത്. കണ്ടില്ലേ, നമുക്ക് ഗ്രീൻ സിഗ്നലാണ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതാണ് വഴി. ഇവിടെ എല്ലാ ഒരു എന്താ പറയുക, ഒരു 100 മീറ്റർ കൂടുമ്പോഴും 100 മീറ്ററല്ല, ഒരു 500 മീറ്ററിൻ്റെ ഉള്ളിൽ 2 ഉണ്ട്. അപ്പോൾ ഇത് 250 മീറ്റർ കൂടുമ്പോഴും ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത് എല്ലാ സ്ഥലത്തും. കാരണം ഇത് ബുദ്ധൻ്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണല്ലോ ലുംബിനി. അപ്പോൾ പിന്നെ എന്തായാലും അതുണ്ടാവും. അത് ആ ലുംബിനിയിലേക്കുള്ള ഗേറ്റ് നേരെ മുന്നിൽ കാണാം.
അപ്പോൾ നമ്മളിതാ മോട്ടിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അതിൻ്റെ മുന്നിലുള്ള ഒരു മാർക്കറ്റ് കണ്ടതാണ്. ഇവിടെ വൈകുന്നേരത്തെ ചന്തയാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമുക്ക് ഒരുപാട് ഫാക്ടറികൾ കാണാൻ പറ്റും. ഒരുപാട് വർക്കേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ, പണിക്കാർ ഒരുപാട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വാവ്, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ചന്തയാണ്. നല്ല സൗണ്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടും കിടലിനാണ്. ഇവിടുന്ന് അങ്ങോട്ട് പച്ചക്കറിൻ്റെതാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ നമുക്ക് ഒന്നായിട്ട് നടന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷൗമിൻ കഴിക്കാം കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഷൗമിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ സംഭവം സെറ്റ് നമ്പർ 1 ആണ്. മസ്റ്റ് താങ്ക് യു. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് നമ്പർ 2 എത്തിയിട്ടുണ്ട്, പാനിപൂര്. അപ്പം എല്ലാം വളരെ ചീപ്പാണ്. ഇതിനാകെ വരുന്നത് പ്ലേറ്റിന് 15 റുപ്യാണ്. നമ്മൾ ചൗമിൻ കഴിച്ചില്ല, അതിന് വരുന്നത് 25 ആണ്. കൊള്ളാം കൊള്ളാം. താങ്ക് യു. കറി. അപ്പം 15 റുപ്യക്കുള്ള സ്വീറ്റ്സ് ആട്ടോ ഇത്. കമോൺ, ജസ്റ്റ് നമ്പർ 3. ഇതാട്ടോ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനെ ഒരു സാധനം, ഇതിൻ്റെ പേര് എനിക്കറിയില്ലല്ലോ, രണ്ടും കൂടി കൊള്ളാം. इसका नाम क्या है भैया? पंचमेवा। पंचमेवा, ये क्या 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 डाल के बनाऊंगा? गली बुरादा, दूध, बादाम, इलायची, रामदाना. ഓ അടിപൊളി. तो दीजिए. കണ്ടില്ലേ, ഇതാണ് ആ സാധനം. നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ സാധനം, ചെസ്റ്റ് നമ്പർ 4. അതിൻ്റെ പേരെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. തേങ്ങൻ്റെ കിട്ടുന്നുണ്ട്, ചെറിയൻ്റെ കിട്ടുന്നുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, എന്തായാലും എല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പം ഞാനും വാങ്ങിയെന്നുള്ളൂ. അപ്പം മാർക്കറ്റ് കാഴ്ചകളെല്ലാം കഴിഞ്ഞപ്പോൾ സമയമായത് 5:20 ആയിട്ടുണ്ട്. എനിക്കും നന്നായിട്ട് തണുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാം. ഇവിടെ പിന്നെ അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. ഒരു 5 എന്തായാലും 3:45 വരെ കിട്ടേണ്ടതാണ്. മുന്നോട്ട് പോകുമ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇവിടെയൊക്കെ ഇഷ്ടമായില്ല ആളുകളും സ്ഥലങ്ങളൊക്കെയാണ്. നമ്മൾ ഇന്നലെ വരെ വന്ന വഴികളെ അല്ല. കാരണം ഇനിയിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ആളുകളെ കിട്ടും. അപ്പം കണ്ടില്ലേ, ചെറുതായിട്ട് മഞ്ഞ് മാതിരി ഉണ്ട്. നമുക്ക് നേരെ മുന്നോട്ട് പോയിട്ട് നോക്കാം ഇന്ന് നമുക്ക് എവിടെ ടെൻ്റ് അടിക്കാൻ പറ്റാറ്. भैया जी आपका नाम बोलिए. मेरा नाम संदीप अकरारी है. अच्छा, आप उन्हीं से बनाई. ആൾക്ക് മടിയാളത്തര. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. ഗ്രാമമല്ല, നമ്മൾ ഹൈവേൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ടെൻ്റ് അടിക്കാൻ ചോദിച്ചാൽ പിന്നെ അങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നുണ്ട്. तो ഓ കിധർ? एक्चुअल प्लेस तो नहीं पता है. ओ अच्छा, तो मलयाली है.
हाँ मलयाली है। हाँ हाँ, गर्ल पे कहाँ पे आता? हम बेंगलोर में पढ़ते थे। ओ बैंगलोर, हाँ 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 तो वो लोग वहीं पे क्लासमेट थे मेरे। ओह अच्छा. അപ്പോൾ നമ്മുടെ ഭയ്യ നമുക്ക് ഇവിടെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. റൈസും പിന്നെ ഈ मटर का करी के लिए आप क्या बोलेगा നമ്മുടെ സന്ദീപ് भैया? ये जो मटर है ना, हाँ इसको ग्राइंडर में हाँ मिक्सचर करके हाँ उसको ग्रेवी बनाते हैं। ओ ग्रेवी बनाता है. हाँ, हाँ इसका मतलब ये करी का नाम क्या है? निमोना बोलते हैं। निमोना. ओ टिपिकल नेपाली फूड. नेपाली नेपाली ഫുഡ്. हाँ ठीक है, താങ്ക് യു भैया. അപ്പോൾ എന്തായാലും അടിപൊളി. ഇതാണ് क्या निमोनिया क्या? നിമോണ. അച്ഛാ നാം ഹേ. അപ്പോൾ നിമോണ നമുക്ക് കഴിക്കാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മട്ടറില്ലേ നമ്മുടെ പച്ചപ്പട്ടാണി അത് അരച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കും. എന്നിട്ട് ഇതിൻ്റെ മട്ടറും ഇതിലിടും, പിന്നെ ആലും. ഇതാണ് ഇവിടുത്തെ ഫുഡ്. വാവ്, ഞാൻ കഴിച്ചിട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. കാരണം വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ചോറിനൊക്കെ നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. കാരണം അത്രയും ഡ്രൈ ആയിട്ടും ഒരു ആ രീതിയിലുള്ള ഫ്ലേവറാണ് കിട്ടുന്നത്. ഭയ്യ അച്ചായ. അപ്പോൾ കണ്ടില്ലേ, സന്ദീപ് ഭയ്യൻ്റെ ഫ്രണ്ടാണ് ഈ നാരായൺ ഭയ്യ. അപ്പം ആളെ സ്ഥലമാണ് ये रेंट को देने वाला है ना सब शादी वगैरह. വെഡിങ് പേ. അപ്പം ഈ സ്ഥലത്തിന്റെ പേരാണ് ഈ ജഗ നാം बोलिए ഗുണ്ടി. ലുംബിനി റോഡ്. അപ്പം ഗുണ്ടിയിലാണ് നമ്മളുള്ളത്. GUNDI ഗുണ്ടിയാണ്, ആരും തെറ്റിദ്ധരിക്കുന്ന. അപ്പോൾ ഗുണ്ടിയിൽ നമ്മൾ ടെൻറ്റ് ചെയ്യാൻ പോകണത് ഇവിടാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പം ഇവർ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ടീക്ക് ചലിയേ. അപ്പോൾ ഇതാണ് ഇവരുടെ ഫുള്ള് വാടക കൊടുക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. കല്യാണത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടും ഉള്ള സ്ഥലങ്ങളാണ് ബാക്കി എല്ലാത്തിനും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്കിപ്പോൾ ചിക്കൻ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞാൽ ഇത് കഴിക്കണം എന്തായാലും ഒന്ന്. ഓ ഞാനെന്തായാലും വയറ് ഫുള്ളായി നിൽക്കുകയാണ്. ये भी मटर डाल के बन गया ना? ഓ ഹോ ചിക്കൻ കറി. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. ഹാ. അപ്പോൾ കണ്ടില്ലേ, വൈകുന്നേരം രാത്രി തീയിട്ടതാണ്. ഇവർ വിചാരിച്ച് ഇവർ പറഞ്ഞ് തണുക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാ ദിവസവും ഇതേമാതിരി ചെയ്യാത്രേ. അപ്പോൾ നോക്കിയാൽ വൈക്കോലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇവരെല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. നമുക്കാണെങ്കിലോ നല്ല ചൂടുണ്ട്. കാരണം ഇന്ന് നമുക്ക് ചൂട് അറിയുന്നില്ല. ഇതിപ്പം ഇവർ പറഞ്ഞ് നിങ്ങൾക്ക് നല്ല തണുക്കുന്നുണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ ട്രാഫിക് സിനിമയിൽ ലാസ്റ്റ് ആസിഫ് അലി നിവിൻ പോളിനോ പറഞ്ഞ ചോദിക്കുന്നില്ലേ, ആസിഫ് അലി നിവിൻ പോളി ചോദിക്കുന്നില്ല സ്പീഡ് പേടിയുണ്ടോ, അപ്പോൾ ഒരു ചിരി ഇരിക്കില്ലേ, അതേമാതിരിയാണ് എനിക്കും തോന്നിയത്. നമുക്കെന്ത് തണുപ്പ്, ഇത്രയും ദിവസം മരൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ഇന്നെന്ന് പറയുമ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവിടെ നമ്മൾ അത്രയും കൂടുതൽ എക്സ്ട്രീം നിന്ന് വന്നതിനെ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ചൂട് പിടിക്കട്ടെ, എന്നിട്ട് ബാക്കി അവിടെ പോയി ടെൻ്റ് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ടെൻറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. तो टेंट डालेगा हम. അപ്പോൾ നമുക്ക് ഇവിടെ താഴത്ത് വിരിക്കാനായിട്ട് ഇത് കണ്ടില്ലേ, ഇവരുടെ ഒരു ഷീറ്റ് മാതിരി ഒരു സംഭവമാണ്. എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നോളാൻ, ഇങ്ങനത്തെ ഒരുപാട് ബെഡ് ഉണ്ട് ഇവരുടെ മുകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു സാധനം വിരിച്ചു തന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ടെൻറ്റ് ചെയ്യാം. എന്തായാലും ഇവരെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയേക്കാണ്. तो सबके लिए मेरा गुड नाइट. हाँ थैंक यू. तो कल मिलेंगे. हाँ हाँ അപ്പം നിങ്ങൾക്കും കൽ മിലെങ്കി. ഓക്കെ ഗുഡ് നൈറ്റ്. കണ്ടില്ല, എല്ലാവരും ആകെ മൊത്തം അടിപൊളിയാണ്. ഗുഡ് നൈറ്റ്.